ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിഷമമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില തീരുമാനങ്ങളാണ് ഞാൻ കാണുന്നത്. ഇതിൽ പോലീസ് ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ കിട്ടിയിട്ടാണ്, രാഷ്ട്രീയത്തിൻ്റെ ഒരു കളിയാണിത് കളിക്കുന്നത്. ഇതിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഇതിൻ്റെ ഉത്തരം നമ്മൾ ജനാധിപത്യ മാർഗ്ഗം തന്നെ കൊടുക്കണം. ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്ക് ഈ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമല്ലേ എന്ന്. പക്ഷേ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനൊരു രീതിയിൽ ശരിക്കും ഒരു ക്രിമിനലിനെ പോലെ, ഒരു ഗൂണ്ടയെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത്. ഇത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഞാൻ കാണുന്നില്ല. ഇതിനെ ഞാൻ അറ്റർലി കണ്ടെം ചെയ്യുന്നു എല്ലാവരും മുമ്പിൽ വെച്ചിട്ട്. ദിസ് ഇസ് റോങ്, ഇത് തെറ്റാണ്. 1, 2, 3 പ്രതികൾ പ്രതിപക്ഷ നേതാവും 2 MLA-മാരുമാണ്. അപ്പോൾ അവരെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനയാണോ നൽകുന്നത്? അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവൻ കാണാൻ സാധിക്കും ഇവർ പെരുമാറ്റം എന്താണെന്ന്, ഇവർ ജനാധിപത്യ വിശ്വാസം എന്താണ്. അത് നമുക്ക് അവർക്ക് പറയാൻ സാധിക്കില്ല, എനിക്ക് പറയാൻ സാധിക്കില്ല അവരുടെ ഉദ്ദേശം എന്താണ്. പക്ഷേ ഇത് ഓരോരോ പ്രൊവക്കേഷൻ കൂടി വരുന്നുണ്ട്. നമ്മളെന്താ കണ്ടിരിക്കുന്നത്, ഇവിടെ വേദിയിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഇരുന്ന് ഞങ്ങൾ പല MP-മാർ MLA-മാർ ഇരിക്കുമ്പോൾ ഒരു വാർണിംഗ് ഇല്ലാതെ ടിയർ ഗ്യാസ് 18 ഷെല്ലടിച്ചു, അവർ വാട്ടർ ക്യാനൺ അടിച്ചു. ഇപ്പോൾ അവരിങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്, ഇദ്ദേഹം ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ രൂപത്തിൽ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഭാരവാഹിയും കൂടിയാണ്, ഒരു പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസ്. അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് മനഃപൂർവ്വമായിട്ട് ഒരു രാഷ്ട്രീയ സന്ദേശം അവർ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് അവർ ഞങ്ങളെ കുത്തി ഇളക്കി വിട്ടിട്ട് ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ കോൺഗ്രസ് കാട്ടട്ടെ പാതിയിലെന്നാണ് അവർ ആഗ്രഹം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ജനങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത്. വോട്ട് ചെയ്തിട്ട് അവർക്കൊരു സന്ദേശം അയക്കണം, നിങ്ങളുടെ ഈ രാഷ്ട്രീയ കളികൾ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല. ഇതിലൊരു ഇന്റിമിഡേഷൻ ടാക്ടിക്സ് ഉണ്ടോ? അതായത് ഈ പ്രതിപക്ഷത്തെ യുവജന പ്രവർത്തകരൊക്കെ ഇപ്പോൾ നവകേരള സദസ്സിനെതിരെ നടന്നിട്ടുള്ള സമരങ്ങൾ, ആ സമരങ്ങൾ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പാറ്റേൺ, ഒരു ഇന്റിമിഡേഷൻ പിന്നാണ് അതന്നെ കാണുന്നത്. കരിങ്കോടി കാണിക്കുന്നത് ഏത് രാജ്യത്തിലാണ് ജനാധിപത്യ വിരുദ്ധമായി കാണുന്നത്? അവരിപ്പോൾ അടിക്കുന്നു, പോലീസുകാർ മുണ്ടാണ് നിൽക്കുന്നു, ഈ DIFIക്കാരും SFIക്കാരും പോയിട്ട് നമ്മളുടെ കുട്ടികളെ അടിക്കുന്നത്. പിന്നെ കൊണ്ടവരാണ് അവർ ജയിലിൽ കൊണ്ടുവരുന്നത്, അടിച്ചവരല്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു നമ്മുടെ പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ്. അത് എല്ലാവരും അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവരുത്. അതാണ് ഒരു പോലീസ് എവിടെ വെച്ചാലും അതാണ് അവർ ഉത്തരവാദിത്വം. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും പാതിയിൽ ഇറങ്ങണോ? അവർക്ക് ജനങ്ങളോട് കാണിക്കാൻ ആഗ്രഹമാണോ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയത്? ഞാൻ ഈ കാര്യത്തിൽ പറയുന്നു, നമ്മൾ കുറച്ച് പിന്നെ ഈ കാര്യത്തിൽ ഇവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം അവർ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് അല്ല, ഇതൊരു വളഞ്ഞ ഒരു രാഷ്ട്രീയമാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് നമ്മുടെ കേരളത്തിൽ ജനാധിപത്യ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും മുകളിൽ ടിയർ ഗ്യാസ് അടിക്കുന്നു, MP-മാരെയും MLA-മാരെയും അവരെ ആക്രമണിക്കുന്നു. ഇപ്പോൾ പിന്നെ പീസ്ഫുൾ പിന്നെ ഒരു ഹിംസയില്ലാത്ത പിന്നെ പ്രതിഷേധം ചെയ്യാൻ അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. ഇന്ന് പോയിട്ട് ഒരാളുടെ വീട്ടിൽ, ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പ്രസിഡന്റിന്റെ വീട്ടിൽ കയറിയിട്ട് ഒരു കള്ളനെ പോലെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ എന്താണ് അവർ ചെയ്യുന്നത്? എന്താ അവർ ഉദ്ദേശം? എനിക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് നടപടി എടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ നടപടി ജനാധിപത്യ രീതിയിലായിരിക്കും. നമ്മൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് നിൽക്കേണ്ടത്. അത് ഈ സർക്കാരിനെതിരെയും ഡൽഹി ഭരിക്കുന്ന BJP സർക്കാരിനെതിരെയും നമുക്ക് ജനാധിപത്യം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും ജീവിതത്തിൽ നഷ്ടമുണ്ടാകും. താങ്കൾ CWC മെമ്പറാണ്, MP ആണ്. ദേശീയ തലത്തിൽ ലെഫ്റ്റ് പാർട്ടീസുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സഹകരിക്കുകയാണ്. അപ്പോൾ അവിടെ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചൊക്കെ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നവരാണ്. പക്ഷെ അതിന് നേരെ ഘടകവിരുദ്ധമായി ഒരു നിലപാടാണ് ഇവിടെ ലെഫ്റ്റ് പാർട്ടീസ് സ്വീകരിക്കുന്നത്, അവരുടെ സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിലൊരു ഇരട്ടത്താപ്പിൽ ഇത് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാണിക്കേണ്ട ഒരു വിഷയമാണ്. ശരിയാണ്. ഇതിനെക്കുറിച്ച് CPM ഒരു മറുപടി പറയണം. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു ഭാഷ സംസാരിക്കുന്നത്, കേരളത്തിൽ വേറെ വഴിയിൽ പെരുമാറുന്നത്? ഇത് അവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. 2 കൈ കൊണ്ടല്ലോ തപ്പ് കൊട്ടുക. അപ്പോൾ അവർക്ക് നമ്മളോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ, ദേശീയ സ്ഥിതി നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് മര്യാദ കാണിക്കട്ടെ. ഒരു സംശയമില്ല അവർ ചെയ്യണത്. അവർക്ക് ജനങ്ങളോട് എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു മോശത്തരം ചെയ്യുന്നത് ഇവിടെ. ഞങ്ങൾ എല്ലാ വിധത്തിലും ഈ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം ഞങ്ങൾ എപ്പോൾ കാണും. ഇന്നലെയും കൂടി ആം ആദ്മി പാർട്ടി ഞങ്ങളെ ഡൽഹിയിലും പഞ്ചാബിലും ആക്ഷേപിച്ച ആം ആദ്മി പാർട്ടിയോടൊപ്പം ഇരുന്നിട്ട് മര്യാദയോടെ സംസാരം നടന്നു. അവർക്ക് എന്താണ് ഇത്ര കുറവ്? അവർക്ക് എന്താ ഇവിടെ ഇങ്ങനെ വാശി കാണിക്കാൻ ആവശ്യം? ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇന്നലെ രാജഗോപാൽ താങ്കളെ പുകഴ്ത്തി പറയുകയും പിന്നീട് അതിനെ തിരുത്തുകയും ചെയ്തു. എന്താണ് ഇതിനൊരു നിലപാട്? രാജഗോപാൽജിയുടെ പ്രായത്തിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു രാഷ്ട്രീയ ആവശ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് എൻ്റെ എന്നോ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ BJPയുടെ കയ്യിൽ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു സന്യാസി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെതിരെ മത്സരിച്ചു 2014. ഞാൻ അദ്ദേഹത്തിന് ആ സമയത്ത് പരസ്പരം ബഹുമാനം കാണിച്ച ഒരു റൈവലറി ആയിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ തോൽപ്പിക്കാൻ അടുത്തെത്തി.
അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടും അറ്റ് ദ സെയിം ടൈം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എത്ര വർഷം പ്രവർത്തിച്ച ശേഷം ഒരു കാരണവരായിട്ടും കാണണം. അവർ ജ്യേഷ്ഠനായിട്ട് ഒരു രാഷ്ട്രത്തിൽ തന്നെ എന്നേക്കാൾ എത്രയോ സീനിയറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ബഹുമാനിച്ചു. അദ്ദേഹം അതുപോലെ മര്യാദയോട് ബഹുമാനം കാണിച്ചു. അതിൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഡീസൻസി മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇതിൽ. പിന്നെ അവർ പാർട്ടികൾ ഭയപ്പെടുത്തിട്ട് പാർട്ടി പിൻവലിക്കാൻ പറഞ്ഞതായിരിക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയട്ടെ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അദ്ദേഹം എന്താ പറഞ്ഞത്, എങ്ങനെ പറഞ്ഞത്, ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അതിനെ ഒരു വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണൽ മര്യാദ ആയിട്ട് കാണുന്നു. അതിനേക്കാൾ കൂടുതലല്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാം അവസാനത്തിൽ തീരുമാനം എടുക്കാൻ പോകുന്നത് ജനങ്ങളാണ്, വോട്ടറാണ്. അത് ഒ രാജഗോപാൽ പറഞ്ഞിട്ടോ BJP പറഞ്ഞിട്ടോ കോൺഗ്രസ് പറഞ്ഞിട്ടോ മാത്രമല്ല ആരെങ്കിലും ജയിക്കാൻ പോകുന്നത്. എനിക്കൊരു സംശയമില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവരുടെ വിശ്വാസം എനിക്ക് 3 പ്രാവശ്യം ഉണ്ടായി. ഇനി എൻ്റെ പാർട്ടി എന്നെ വീണ്ടും ഈ ഉത്തരവാദിത്വം തന്നാൽ ഞാൻ വീണ്ടും അവരോട് പോയിട്ട് എൻ്റെ പ്രവർത്തനത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ സപ്പോർട്ടും അവർ പിന്തുണയും ആവശ്യപ്പെടും. പക്ഷെ ആ തീരുമാനം അവസാനത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളുടെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കാട്ട് വലിയൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. LDF കൺവീനർ പറഞ്ഞത് BJP കോൺഗ്രസ് ധാരണയുടെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെന്നാണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമില്ലാത്തൊരു സംസാരമില്ല ഇത്. നിങ്ങൾ കണ്ടു ആരാണ് ഈ രാജ്യം മുഴുവൻ BJP എതിരായി നിൽക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണ്. അതുമാത്രമല്ല എന്നെപ്പോലൊരു വ്യക്തി ഞാൻ എന്ത് എഴുതിയാലും ഇംഗ്ലീഷ് എഴുതിയാലും മലയാളത്തിൽ നിങ്ങൾ വായിച്ച് നോക്കിക്കോളൂ. ഞാൻ എന്താ പറയുന്നത് BJPയുടെ എതിരും BJPയുടെ ആ ചിന്തയും BJPയുടെ ഐഡിയോളജിയും എതിര് എഴുതി സംസാരിച്ച് പ്രസംഗിച്ച് എൻ്റെ ഈ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല ഈ രാജ്യത്തിൽ. ചിലവരിങ്ങനെ പറഞ്ഞു ഈ ലെഫ്റ്റുകാർ 10 വർഷമായി പറയുന്നു ഇയാൾ നാളെ ചാടും BJPക്ക് എന്ന്. അപ്പോൾ അങ്ങനെ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ജനങ്ങൾക്കറിയാം എന്താണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല അഥവാ അവർ ശരിക്കും ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഞമ്മളൊപ്പം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്? അവർക്ക് അഥവാ അവർ തോന്നുന്നു ഞങ്ങളും BJPയും ഒരേ കളിയിലാണ്, പിന്നെ എന്തിനാണ് ഞങ്ങളൊപ്പം നിൽക്കുന്നത് അവർ? അപ്പോൾ ഇതൊക്കെ ഒരു അർത്ഥമില്ലാത്തൊരു സംസാരമാണ്. ചിന്തിക്കാതെ ബുദ്ധി ഉപയോഗിക്കാതെ ആൾക്കാർ പല കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെല്ലാറ്റിനും എന്നോട് മറുപടി ആവശ്യപ്പെടരുത് പ്ലീസ്. താങ്ക് യു.